സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നടക്കുന്ന തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഐഡന്റിറ്റി കാർഡ് ധരിച്ച രണ്ടുപേരെ കണ്ട് പലതരം വാഹനങ്ങളുടെ മോഡൽ അവതരിപ്പിച്ച വിദ്യാർത്ഥികളൊക്കെ തെല്ലുഭയത്തോടെ നോക്കി. വിവിധ സുരക്ഷാ സംവിധാനങ്ങളുള്ള സ്പോർട്സ് ബൈക്ക് മുതൽ സോളാറിലോടുന്ന ഓട്ടോ വരെ മത്സരത്തിനുണ്ടായിരുന്നു. ഈ വാഹനങ്ങളെങ്ങാനും കൊണ്ടുപോകാനാണോ MVD വന്നതെന്ന ആശങ്ക എല്ലാവരിലേക്കും പരന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന സ്പോർട്സ് ബൈക്കിനരികിലേക്ക് അവരെത്തിയപ്പോൾ കാര്യമെല്ലാവരും ഉറപ്പിച്ചു. ബൈക്കിനടുത്തെത്തിയ MVD ഉദ്യോഗസ്ഥർ ചുറ്റുമൊന്ന് നോക്കി ഘടിപ്പിച്ചിട്ടുള്ള വിവിധതരം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഒപ്പം സൈലൻസറിലും മറ്റു ഭാഗങ്ങളിലും വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കാവുന്നതല്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അവർ ജസ്റ്റ് വന്നിട്ട് ആദ്യം കാറിലൊക്കെ ചോദിച്ചു എന്താ സംഭവം, സൗണ്ട് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ബൈക്കാണ്. അതായിട്ട് പറഞ്ഞു ഇങ്ങനെ സൗണ്ട് പാടില്ല, ഇത്ര സൗണ്ട് ആയിക്കഴിഞ്ഞാൽ അതൊരു ഇല്ലീഗലാണല്ലേ. സ്പോർട്സ് ബൈക്കുകൾക്ക് പവർ കൂടാനായി ഇത്തരം മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്നും അതിനാലാണ് തങ്ങൾ ഈ മോഡലിൽ ഇങ്ങനെ ചെയ്തതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പവർ കൂട്ടാനൊക്കെയാണ്. പവർ കൂട്ടാണ്ട് നമുക്ക് അടച്ചുമുട്ടിരിക്കുന്ന എക്സോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പവർ കിട്ടൂല. ആ മൊത്തം ബേൺഡ് ഗ്യാസ് മൊത്തം എക്സോസ്റ്റ് ഔട്ട് പുറത്തോട്ട് പോകണം. എന്നാലാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പെർഫോമൻസ് വണ്ടി കിട്ടുള്ളൂ. അപ്പോൾ ഇവർ പറയുന്ന പോലെ സാധാരണ നോർമൽ സെൻസർ ആയി കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനും എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും +2 വിദ്യാർത്ഥികൾ നിർമ്മിച്ച ബൈക്കിലെ ഗുണകരമായ കാര്യങ്ങളെ MVD പ്രശംസിച്ചു. അപകടം പറ്റിയാൽ സന്ദേശം അയക്കുന്നതും മദ്യപിച്ചാൽ ബൈക്ക് സ്റ്റാർട്ടാവാതിരിക്കുന്നതടക്കമുള്ള സംവിധാനങ്ങളൊക്കെ വളരെ നല്ല കണ്ടുപിടുത്തങ്ങളാണെന്നും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ആരോമൽ പറയുന്നു. മെസ്സേജാണ് കുട്ടികൾ തരുന്നത്. ശരിക്കും നമ്മുടെ 2 വീലർ കമ്പനീസിനൊക്കെ ഒരുപാട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടെക്നോളജിയാണ്. അതിനകത്ത് നമ്മൾ ചെറിയൊരു ലീഗൽ ഇഷ്യൂ പറഞ്ഞു, അതിനകത്തൊരു സൈലൻസർ ഉപയോഗിച്ചിരുന്നതിൻ്റെ ഒരു കറക്ഷൻ വരുത്തണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നല്ല ഒരുപാട് ഐഡിയാസ്, പുതിയ ഐഡിയാസ് കണ്ടു. ഇവിടെ ഒരുപാട് കുറച്ച് സീനിയർ ആൾക്കാർ ഇരുന്നു, സിറ്റിസൺസ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഇരുന്നപ്പോൾ ഈ സൗണ്ട് കേട്ടപ്പോൾ അവർ പറഞ്ഞു ഇച്ചിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അവരുടെ അടുത്തൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഈ ഉദ്യോഗസ്ഥർ വന്നത് ശരിക്കും നിയമലംഘനം പിടിക്കാനായിരുന്നില്ല. ഹൈഡ്രജൻ ഇന്ധനമാക്കി ഓടുന്ന വാഹനമടക്കം റോഡ് സുരക്ഷയ്ക്ക് സഹായകരമാകുന്ന നിരവധി മോഡലുകൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞായിരുന്നു. വിദ്യാർത്ഥികളുടെ മോഡലുകൾക്കിടയിൽ നിന്ന് മികച്ച ഐഡിയകൾ കണ്ടെത്താൻ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശവും ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. ഇവിടെ വന്ന് വിദ്യാർത്ഥികളുടെ മോഡലുകൾ കണ്ടപ്പോൾ നേരത്തെ വരേണ്ടതായിരുന്നുവെന്ന് തോന്നിയെന്നും അസിസ്റ്റന്റ് മോട്ടോർ ഇൻസ്പെക്ടറായ ഉണ്ണികൃഷ്ണൻ പറയുന്നു. ഹൈഡ്രജൻ ഡ്രൈവ് എന്ന് പറയുന്ന ഇവരുണ്ടാക്കിയ ആ ക്യാമ്പസ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വെഹിക്കിളിനെ കുറിച്ച് കേട്ടു. അപ്പോൾ കേട്ടതിൻ്റെ ഭാഗമായിട്ട് അത് ഇവിടെ വരുന്നുണ്ട് നമുക്കെന്ന് കമ്മീഷണർ പറഞ്ഞു. അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഇവരെ ഒന്ന് മീറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവരുടെ അധ്യാപകൻ്റെ ഫോൺ നമ്പർ അവിടുത്തെ RTO വഴി എടുത്തു. അങ്ങനെ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ ഇവർ ഈ മാസം വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് മീറ്റ് ചെയ്യാം, സാറിനും മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഇവരുടെ ടെക്നോളജിയും ഇവരിതിൽ എന്തൊക്കെയാണ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ നേരത്തെ വരേണ്ടതായിരുന്നു ഇവിടെ. ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് എക്സിബിഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് മാത്രം ഫോളോ ചെയ്ത് വന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഇത്രയേറെ കുട്ടികൾ, പ്രത്യേകിച്ച് റോഡ് സേഫ്റ്റി ഫീച്ചേഴ്സ്, അപകടം ഡിറ്റക്ട് ചെയ്യുന്നത്, തെഫ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നത്, ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റാത്തത്, ഹെൽമെറ്റ് വെച്ചാൽ മാത്രം പ്രവർത്തിപ്പിക്കുന്ന വാഹനങ്ങൾ, ആൽക്കഹോൾ വെച്ച് വണ്ടി ഓടിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇങ്ങനെ ഒട്ടനവധി ജനോപകാരപ്രദമായ നമ്മളെ MVDയുടെ ആശങ്കകളിലൊന്നായ റോഡ് സേഫ്റ്റിക്ക് പരിഹാരമാകത്തക്കവണ്ണം ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് മോഡലുകളെല്ലാം ചുറ്റിക്കണ്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ റോഡ് സുരക്ഷയ്ക്ക് സഹായകരമാകുന്ന ഐഡിയകൾ അവതരിപ്പിച്ച വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് തിരിച്ചുപോയത്.